Scoop ice cream അപ്പൊ ശരി ബൈ. എന്റെ ഫേക്ക് ഐഫോൺ മാറ്റി അവന് റിയൽ ഐഫോൺ കൊടുക്കാൻ പോകും. ഞാൻ എന്റെ എല്ലാ പൈസയും വീഡിയോ ഇലാക്കുന്നതാണ്. ഇത്രയും പൈസ ഫോണിൽ ഇടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. എന്തായാലും Free Fire India is set in a ഒരു 4 ചായ കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ്. എനിക്കൊരു സ്ട്രോങ് കൂട്ടി മധുരം കുറച്ചൊരു ചായ. തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ. ചൂടൂടെ കുറച്ചോ നീ പറഞ്ഞ സാധനം. ഇതെന്താ അതിന് ചൂടുവെള്ളം എടുക്കും? ഒന്നും ഇട്ടിട്ടില്ല. നീ ഇന്ന് മോന്നിക്കും ചേട്ടാ. ഒരു ഷവർമ കേട്ടോ. മയോണൈസ് കൂട്ടിയൊരു ഷവർമ, മയോണൈസ് കുറച്ചൊരു ഷവർമ. ഒന്നറ്റിക് ആയിട്ടുള്ള ഷവർമ ഉണ്ടാവില്ല. ടർക്കിഷ് ഉണ്ടാ? അതില്ല. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാ? ഇല്ല. കസാഖിസ്ഥാൻ അതില്ല. 2 കോഴി വെച്ച് എങ്ങനെയും ഷവർമ ഉണ്ടാക്കി വിചാരിക്കാൻ. ഇവിടുത്തെ ഷവർമ എത്ര രൂപയാണ്? 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എനിക്കൊരു റൊട്ടീൻ്റെ അകത്ത് ചിക്കനും മുട്ടയും പൊടിച്ച് വായിച്ച് തിന്നാൻ ഉണ്ടായിരുന്നു. നീ ചായ ചായ ഷവർമ വേണത്. ഇന്ന് നമുക്കൊരു വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പാക്ക് ചെയ്തത് ട്രാവൽ വരെ എത്തിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടി ഒരു ബോക്സിൽ കയറ്റാന്നുള്ളതായിരുന്നു ടാസ്ക്. ഒരു ചുരിദാർ മെറ്റീരിയൽ, അതിന് ചെയ്യുന്ന ഇയറിങ്സ്, പിന്നെ പെർഫ്യൂം, ബോഡി ലോഷൻ, വാച്ച്, ചോക്ലേറ്റ്സ്, പിന്നെ വേറെ കുറച്ച് ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ ബോക്സിൻ്റെ 4 സൈഡിൽ സ്റ്റിക്കറൊക്കെ പൊടിച്ചിട്ട് ബോക്സ് റെഡിയാക്കിയിട്ട് ഓരോ ഐറ്റംസ് വെച്ചു. പരിപാടി ഇത്രയായപ്പോൾ എനിക്കൊരു കേക്കിന് ഓർഡർ വന്നു. അങ്ങനെ തലേ ദിവസവും പിറ്റേ ദിവസമായിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് 2 കോസ്റ്റ്. ഈ ഒരു ഓർഡർ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഗിഫ്റ്റ് പാക്കിംഗ് വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ട് ഒരു ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കോൺടാക്ട് ചെയ്തതാണ്. ആളങ്ങ് അബ്രോഡാണ്. ആളുടെ ഗേൾഫ്രണ്ട് പ്ലാനിങ്ങൊക്കെ ഒരു 10-25 ദിവസം മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, എന്തൊക്കെയുണ്ടെങ്കിലും വിളിച്ചു വെച്ചോളാനാണ് ആ ചേട്ടൻ പറഞ്ഞത്. ലാസ്റ്റ് ബോക്സിന്റെ സൈസിന്റെ പരിമിതി മൂലം നമ്മൾ ഇത്ര ഐറ്റംസ് ചോദിക്കും. ഒത്തിരി ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും ചെയ്ത വർക്ക്സിന്റെ കൂട്ടത്തിലൊന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. ഹലോ, കസ്റ്റമർ KFCയിൽ വന്നു. അപ്പോഴാണ് അവിടെ കോഫി അവൈലബിൾ ആണെന്ന് ഞാൻ കണ്ടത്. ഫ്രൈഡേ ഡേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഗൈസ്, 9 ബില്ല് എടുത്തത്. ആൻഡ് 121 ആയിട്ട് അവരെനിക്ക് ഫുഡ് തന്നില്ല. 7 minutes ഫോളോ ചെയ്തിട്ട് ചിക്കൻ പീസ്. എൻ്റെ ഓർഡർ താറാവ് നടക്കുന്ന പോലെ നടന്ന് വരുന്നുണ്ട്. എൻ്റെ അമ്മക്കാണല്ലോ ഫ്രീ കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അമ്മയും എൻ്റെ ബ്രദറും ഹോട്ട് കോഫിയാണ് പറഞ്ഞത്. ഞാൻ ഐസ്ഡ് കോഫി ഇടുന്ന പറഞ്ഞത്. അപ്പോൾ ഇവർ 2 ഷുഗർ ഇടുന്നത്. എൻ്റെ കോഫിയിൽ ഓൾറെഡി ഷുഗർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാത്തേ ഉള്ളൂ. അതിൽ അടിപൊളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോട്ട് കോഫിയിൽ അവർ തന്ന ഷുഗർ ഇട്ടിട്ട് മധുരം പോരായിരുന്നു. അപ്പം എൻ്റെ ബ്രദറിനൊക്കെ ഒരു മാതിരിയായിരുന്നു. എൻ്റെ അമ്മ എന്നിട്ട് കുറേ രസമൊന്നുമില്ല. സോ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്. ഹലോ, കുറേ ഈ കുറിപ്പിന് ഒരു അനുസരണയില്ല. കാരണം ഇന്ന് ഒപ്പിച്ചു വെച്ചത് അച്ഛന്റെ കയ്യിലെ താക്കോലാണ്. താക്കോലാണെന്നില്ലേ? ചോദിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. ചിലപ്പോ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു കപ്പ് കേക്ക് കൊടുത്ത് ചാർജ് ചെയ്തപ്പോ താക്കോൽ സ്ഥലം കാണിച്ചു തന്നു. ഇത് മാത്രമല്ല, എന്റെ നേരെയുള്ള അക്രമങ്ങൾക്കും ഒരു കുറവുമില്ല. ശാരീരികമായും മാനസികമായും എല്ലാം കൂടെ ശരിയായില്ലെങ്കിൽ ഇതിനെ തിരിച്ച് കമ്പനിക്ക് റിട്ടേൺ ചെയ്യാനാണ് എന്റെ പ്ലാൻ. ഒരു ഫോട്ടോ ക്യാമറയുടെ സെൻസറിൽ പതിയുന്നതിന് മുമ്പ് അതുപോലെ മനസ്സിൽ കണ്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടു? ഫോട്ടോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ഫോട്ടോ ക്യാമറയുടെ സെൻസർ Good. The Yagami's name will live onward.